ഞാനിന്ന് വന്നിരിക്കുന്നത് എഗ്ഗിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണ്. പല്ലവി ഈറ്റ്സിലേക്ക് സ്വാഗതം. എന്താണെന്നോ, എഗ്ഗ് 65. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഒരു വെറൈറ്റിയുമായിട്ടുള്ള ഒരു ഡിഷുമാണ്. അപ്പം നമുക്ക് എഗ്ഗ് 65 ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് മുട്ടയാണ്. ഇത് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആദ്യം നിന്ന് അതിൻ്റെ മഞ്ഞക്കരു മാറ്റിയിട്ട് നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അടുത്ത് വേണ്ടത് ഒരു സവോളയാണ്. അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അടുത്ത് വേണ്ടത് കടലമാവ്. ഇനി അടുത്ത് വേണ്ടത് ഗാർലിക്. അടുത്ത് വേണ്ടത് പച്ചമുളക്. ഇത് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2 എണ്ണം നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ എണ്ണ വേണമെങ്കിൽ അത് കൂട്ടാം. അടുത്ത് വേണ്ടത് ഒരു മുട്ടയാണ്. ഇനി അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അടുത്ത് കറി ലീവ്സ്, ടൊമാറ്റോ സോസ്, പിന്നെ സൺഫ്ലവർ ഓയിൽ. ഇനി അടുത്ത് പൊടികളാണ്: ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി. അപ്പം ഇത്രയുമാണ് നമുക്ക് എഗ്ഗ് 65 ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, ആ മുട്ടയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇടണം. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിടണം. പിന്നെ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളകില്ലേ, അതും ഇടണം. ഇനി ഒരു 1/4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ 1/2 സ്പൂണ് സാദാ ചില്ലി പൗഡർ ഇടണം. ഇനി അടുത്ത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഈ പൊടിയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നില്ലേ മുട്ട, അത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒരിക്കൽ കൂടെ മിക്സ് ചെയ്ത് ആ ഫുൾ മുട്ടയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇത് നമുക്കിത് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. അപ്പം അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കുവാണ്. അതൊന്ന് ചൂടാകുമ്പം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ എഗ്ഗിന്റെ മിക്സ് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒരു ഗോൾഡൻ കളർ ആവുമ്പം എടുക്കണം. ഏതാണ്ട് ഈ കളർ ആവുമ്പം നമുക്കിതങ്ങ് എടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കാര്യം ഇതില് മുട്ട ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ തെറിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി അതിനെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാമേ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെറ്റും ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതിന് ഗ്രേവി ഉണ്ടാക്കലാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഈ പാനിൽ നിന്ന് എണ്ണ മാറ്റുവാണ്. ഞാൻ ഈ പാൻ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഈ പാനിൽ ഓൾറെഡി കുറച്ചുണ്ട്, അതുകൊണ്ട് ഞാൻ 1 സ്പൂണും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ എണ്ണ ഒന്ന് ചൂടാകുമ്പം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ആ പച്ചമുളകും കൂടെ ഇട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇതിലേക്ക് ഇടാം. ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വഴറ്റിയൊന്നും വേണ്ട. അതൊരു കണ്ണാടി പരുവമില്ലേ, ആ കണ്ണാടി പരുവാകുമ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നേരത്തെ മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഞാൻ ഏതാണ്ട് ഒരു 1/4 സ്പൂണോളാണ് ഉപ്പിടുന്നത്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. എന്നിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണ്ട് 3.5 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് വേണം. അതും കൂടെ ഇതിലേക്ക് ഒഴിക്കണം. കെച്ചപ്പ് ഒഴിക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഉള്ളിയിൽ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കുള്ള പച്ചമുളക് നല്ല സൂപ്പർ എരിവാണ്. അപ്പൊ ഇനി ഗ്രേവിക്ക് വേറെ എരിവ് വേണ്ട, അതുകൊണ്ട് ഞാൻ മുളക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഈ ഉള്ളിയിൽ കൂടെ ചേർത്ത് ചൂടാക്കാം. എന്നിട്ട് കെച്ചപ്പ് ഒഴിച്ചാൽ മതി. 3.5 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ഒഴിച്ച് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക. ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നില്ല എഗ് ബോൾസ്, അതും കൂടെ ഇതിലേക്ക് ഇടണം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഗ്രേവി എഗ് ബോൾസിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് കുറച്ച് കറി ലീവ്സ് അതും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുക.
അങ്ങനെ നമ്മുടെ എഗ് 65 വളരെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.